പുലർകാല അടുക്കളയിൽ കയറി കട്ടൻ കാപ്പിയോട് ഒരു മൽപ്പിടുത്തമൊക്കെ നടത്തി. ആ കട്ടൻ കാപ്പിയുമായി വാടക വീടിൻ്റെ നീളൻ വരാന്തയിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നത്. ആ മഴ എനിക്ക് സമ്മാനിച്ചത് കുറേ ഓർമ്മകളുമാണ്. ഞാൻ അറിയാതെ എൻ്റെ കുട്ടിക്കാലത്തിലേക്കും ബാല്യത്തിലേക്കും ഒക്കെ നടന്നുപോയി. ആ ഓർമ്മകൾക്കിടയിൽ എപ്പോഴോ എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ടും ഓടിയെത്തും. ചെറുകിളിയാനകളും തനനന തനനന. 1990കളിൽ സിദ്ദിഖ് ലാൽസ് സംവിധാനം ചെയ്ത് അവർ തന്നെ കഥയും തിരക്കഥയും എഴുതി മുകേഷും ജഗദീഷും സിദ്ദിഖും അശോകനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഒരു മനോഹര ചിത്രം. ഒരുപക്ഷെ മലയാളികളുടെ ഇടയിൽ നിന്ന് ഇന്നും ആരും മറക്കാതെ ഇടയ്ക്കൊക്കെ കാണുന്ന ഒരു ചിത്രം, സാക്ഷാൽ ഇൻ ഹരികർണകർ. ആ സിനിമ എൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ മഴയുമായി അതിനെ ബന്ധപ്പെടുത്തി ഞാൻ ചിന്തിച്ചതിന് ഒരു കാരണമുണ്ട്. എൻ്റെ കുട്ടിക്കാലം സ്കൂളിലേക്ക് പോകുന്ന കാലഘട്ടങ്ങൾ ഭയങ്കര മഴയാണ്, ഹൈറേഞ്ച്. ആ മഴയൊക്കെ നനഞ്ഞ് അന്ന് വലിയ കാര്യമായ രീതിയിൽ നല്ല കുടകളൊന്നുമില്ല, ഒരു ചെറിയ കുടയുണ്ട്. ആ കുടയൊക്കെ ആയിട്ട് നനഞ്ഞു പോകുമ്പോൾ ഈ വെള്ളം തെറിപ്പിച്ചിങ്ങനെ നടന്ന് സ്കൂളിലേക്ക് പോകും. അക്കാലയളവിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു തിയേറ്ററുണ്ട്, എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ, കുറ്റടി പ്രീതി തിയേറ്റർ എന്ന് പറയും. ഓലയും തകര ഷീറ്റും ഒക്കെ മേഞ്ഞ ഇടയ്ക്ക് തൂണുകളൊക്കെ നാട്ടിയ ഒരു തുണി വലിച്ചു കെട്ടിയ സ്ക്രീനുള്ള തിയേറ്റർ. അവിടെയാണ് ഈ സിനിമ വരുന്നത്. അതായത് C ക്ലാസ് തിയേറ്ററാണ്. അന്ന് ABC എന്നുള്ള തരത്തിലൊക്കെ തിയേറ്ററുകളെ തരംതിരിക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ C ക്ലാസ് തിയേറ്ററാണ്. ഒരു സിനിമ ഇറങ്ങി 1.5 വർഷം കഴിയും അങ്ങോട്ടേക്ക് എത്താൻ. ചിലപ്പോൾ 2-3 വർഷമൊക്കെ എടുക്കും സിനിമയുടെ വിജയം അനുസരിച്ച്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇൻ ഹരികർണകർ 1990കളിൽ ഇറങ്ങിയെങ്കിലും ആ സിനിമ എത്തുന്നത് ഒരു മഴക്കാലത്താണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് എനിക്ക് ആ കൃത്യമായ സമയമൊന്നും ഓർമ്മയില്ല. എന്തായാലും അവിടെ എത്തി സിനിമ നിറഞ്ഞു കളിക്കുന്നുണ്ട്. എൻ്റെ ഈ സ്കൂളിലേക്കുള്ള യാത്രകളിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചതും നോക്കിയതുമൊക്കെ ഈ പോസ്റ്ററുകളാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന മുകേഷും ജഗദീഷും സിദ്ദിഖും അശോകനുമൊക്കെ. അവരെ എനിക്ക് അത്ര പരിചിതമായ മുഖങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ സിനിമ അന്ന് മുതൽ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും സിനിമാ നടന്മാരെ ഒന്നും അത്ര കണ്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരാറുമില്ല. ആകെ അറിയാവുന്നത് ലാലേട്ടനും മമ്മൂക്കയും മാത്രമാണ്. എന്തായാലും അങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ സിനിമ കാണണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടായി. അങ്ങനെ ചാച്ചനുമായിട്ട് വഴക്കൂടി സിനിമ കാണാൻ പോകും. ചാച്ചൻ ആദ്യമൊന്നും സംഭവിച്ചില്ല. പിന്നെ എല്ലാവരെയും കൂട്ടി ചാച്ചൻ തിയേറ്ററിലേക്ക് പോയി സിനിമ കാണാനായി. ആ സിനിമ എനിക്ക് അന്ന് തിയേറ്ററിൽ സമ്മാനിച്ചത് ഒരു പക്ഷേ വലിയൊരു അനുഭൂതി, ഒരു സുഖമൊക്കെയാണ്. എനിക്ക് സിനിമയുടെ ആസ്വാദനത്തിൻ്റെ സുഖമോ അല്ലെങ്കിൽ എന്താണ് സിനിമയെന്നോ ഒന്നും അറിയാത്ത ഒരു പ്രായമാണ്. പക്ഷേ എന്നെ ആ സിനിമയിലേക്ക് വലിച്ചടിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സിനിമ ആദ്യ അവസാനം വരെ ആ സുഖം അത് അങ്ങനെ തന്നെ നൽകുന്നുണ്ട്. ഒരു പക്ഷേ സിദ്ദിഖ് ലാൽസിൻ്റെ മേക്കിംഗ് ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഫ്രെയിമുകളെക്കുറിച്ച്, അതിലെ എഴുത്തിനെക്കുറിച്ച്, അതിലെ കഥകളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എന്നിലെ അന്നത്തെ പ്രേക്ഷകനെ രസിപ്പിച്ചത് മുഴുവൻ അതിൽ നിറഞ്ഞു നിന്ന നർമ്മമാണ്. ആ നർമ്മത്തിൻ്റെ ഒരിടത്ത് പോലും പോറലേൽക്കാതെ അവസാനം വരെ അത് കൊണ്ടുചെന്നെത്തിക്കാനുള്ള സിദ്ദിഖ് ലാൽസ് എന്ന സംവിധായകരുടെ, എഴുത്തുകാരുടെ കഴിവാണ്. ഒരുപക്ഷെ അവർ സിനിമയിൽ ഐഡൻറ്റിറ്റി പതിപ്പിക്കുന്നതും ആ കഴിവുകൾ കൊണ്ടാണ്. സിനിമ തുടങ്ങുമ്പോൾ നമുക്കൊരു ത്രില്ലർ മൂഡ് തരുന്ന, ഒരു സസ്പെൻസ് മൂഡ് തരുന്ന തരത്തിലാണ് സിനിമയിൽ ആരംഭം. സ്ക്രീനിലേക്ക് ഇരച്ച് പാഞ്ഞെത്തുന്ന ഒരു വാഹനം, അതിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം, അതും ഒരു സ്ത്രീയുടേത്. ഒരുപക്ഷെ അക്കാലയളവിലൊന്നും സിനിമകളിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ് തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരു വല്ലാത്ത മൂഡിൽ നിന്ന് സിനിമ മറ്റൊരു തരത്തിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ. എന്തായാലും ആ നിലവിളി ശബ്ദത്തിന് പുറകെ 4 ചെറുപ്പക്കാർ ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവർ എന്താണ് സംഗതി എന്നറിയാൻ ആകാംക്ഷഭരിതരായി ഈ കാറിനെ വട്ടം വെച്ച് ബൈക്ക് നിർത്തി ചാടിയിറങ്ങി ഡോർ തുറക്കുമ്പോൾ അതിലൊരു ഗർഭിണിയായ സ്ത്രീ. പിന്നീട് അങ്ങോട്ട് പൊട്ടിച്ചിരിയുടെ നിമിഷങ്ങളാണ്. അവിടെ നിന്ന് മഹാദേവൻ വിളിച്ചു പറയുന്നുണ്ട്, തോമസ് കുട്ടി വിട്ടോടാ എന്ന്. മഹാദേവനും ഗോവിന്ദൻകുട്ടിയും അപ്പുക്കുട്ടനും തോമസ് കുട്ടിയും ഒക്കെ അന്നു മുതൽ ഇത്രയും കാലം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിൽ പ്രേക്ഷകരെ ഇത്രയധികം എൻ്റർടൈൻ ചെയ്യിപ്പിച്ച സിനിമകൾ ഒരുപക്ഷെ റാംജി റാവാണ് ആ സിനിമകൾക്കൊരു തുടക്കമെങ്കിൽ പോലും ഈ ഒരു കാറ്റഗറിയിൽ പിന്നീട് ഇങ്ങോട്ട് സിനിമകൾ ഒഴുകിയെത്താനുള്ള ഒരു പ്രധാന കാരണം തന്നെ ഇൻ ഹരികർണകർ എന്ന സിനിമയാണ്. മുകേഷിൻ്റെ സുവർണ കാലഘട്ടം. ഞാൻ ഈ പലപ്പോഴും മുകേഷ് സ്പീക്കിംഗ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ അദ്ദേഹം ആ പഴയ കാലഘട്ടങ്ങളെ ഓർത്ത് പറയുമ്പോൾ അറിയാതെ നമ്മൾ ആ സിനിമകളെക്കുറിച്ച് ഓർക്കാറുണ്ട്, ആ സിനിമകളുടെ സുഖങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട്. നമ്മളന്ന് തിയേറ്ററുകളിൽ പോയിരുന്ന് ഈ സിനിമകൾ ആസ്വദിച്ചതിനെക്കുറിച്ച് ഓർക്കാറുണ്ട്.
അന്ന് എ ക്ലാസ് തിയേറ്ററുകളിൽ റിലീസ് ദിനങ്ങളിലൊന്നും ഈ സിനിമകളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. അതൊരു ബാലികേറാ മലയായിരുന്നു. ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ഞങ്ങൾ കുറേയധികം യാത്ര ചെയ്യണം ഏതെങ്കിലും ഒരു നല്ല തിയേറ്ററിൽ എത്തണമെങ്കിൽ. എങ്കിലും ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ മുക്കിലും മൂലയിലുമൊക്കെ ഇതുപോലുള്ള സി ക്ലാസ് തിയേറ്ററുകളുണ്ട്. 1, 2, 3 വർഷങ്ങളൊക്കെ കഴിഞ്ഞാലും ഈ സിനിമകൾ ഞങ്ങളുടെ തിയേറ്ററുകളിലേക്ക് എത്തും. ഹൗസ്ഫുള്ളായി നിറഞ്ഞോടും. 100 ദിവസം തിയേറ്ററുകളിൽ ഓടി എന്ന് പറയുന്ന സിനിമകൾ 1, 2, 3 വർഷം നിറഞ്ഞ് തിയേറ്ററുകളിൽ കളിക്കും. ഇതുപോലെ ABC ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനുകളെ കുറിച്ചോ അല്ലെങ്കിൽ അന്നത്തെ ഈ സ്റ്റാർ വാല്യൂവിനെ കുറിച്ചോ ഒന്നും ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ, സാധാരണ പ്രേക്ഷകർ ബോധവാന്മാരായിരുന്നതേയില്ല. അവർക്ക് സിനിമയുടെ ആസ്വാദനമായിരുന്നു ഏറ്റവും സുഖം തന്നെയായിരുന്നു. അത്തരത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇന്നൊരു പുതിയ സിനിമ ഇറങ്ങിയാൽ ആ സിനിമ റിലീസ് ദിവസം തന്നെ അല്ലെങ്കിൽ ആഴ്ചകളിൽ കണ്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടും. ആ സിനിമയെക്കുറിച്ചുള്ള എല്ലാ കഥകളും സോഷ്യൽ മീഡിയയിൽ പരക്കും. ഇത് 5 വർഷം കഴിഞ്ഞാലും ആ സിനിമ എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ല. ആ ആകാംക്ഷയോടെ, ആ സസ്പെൻസോടെയാണ് നമ്മൾ ആ സിനിമ തിയേറ്ററുകളിലേക്ക് കാണാൻ പോകുന്നത്. ഇൻഹരികർണറിൻ്റെ ആ യാത്ര തുടങ്ങുന്നതും ആ സുഖം നൽകുന്നതും അവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഹരികർണർ ഒരു ഹാസ്യ സിനിമയാണ് എന്ന് പറയുമ്പോഴും കഥയ്ക്ക് വലിയ പ്രാധാന്യം നൽകപ്പെടുന്ന നല്ലൊരു സസ്പെൻസ് ത്രില്ലർ ഗണത്തിലാണ് സിനിമ അവതരിപ്പിക്കപ്പെട്ടു പോകുന്നത്. ശരിക്കും സിനിമ ആരംഭിക്കുമ്പോൾ അത്ര ഒരു ഹാസ്യത്തിൽ തുടങ്ങുന്ന സിനിമയുടെ പിന്നീടുള്ള യാത്രയിൽ മായ എന്ന യുവതി മഹാദേവൻ്റെ വീടിനടുത്തേക്ക് താമസിക്കാനെത്തുന്നു. അവളെ ചുറ്റിപ്പറ്റി കഥ മുന്നേറുന്നതും വലിയൊരു സംഭവവികാസം തന്നെ സിനിമയ്ക്ക് നൽകുന്നുണ്ട്. അവളുടെ സഹോദരനായി എത്തുന്ന സുരേഷ് ഗോപി, പിന്നീട് സുരേഷ് ഗോപിയുടെ ജീവിതത്തിലുണ്ടായ ട്രാജഡികളും അതും സിനിമയുമായി കണക്ട് ചെയ്തു പോകുന്ന രീതികളും, അത് ഈ തൊഴിൽരഹിതരായ 4 ചെറുപ്പക്കാരിലേക്ക് എത്തുന്ന രീതി, ഇതൊക്കെ അതിഗംഭീരമായി സിദ്ദിഖ് ലാൽസ് എന്ന സംവിധായകർ വരച്ചു കാട്ടുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഈ സിനിമയ്ക്ക് ലാഗടിക്കാതെ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മായയുടെ സഹോദരൻ ഇവരുടെ സുഹൃത്തായി മാറുന്ന ഒരു സാഹചര്യം പോലും പ്രേക്ഷകർക്ക് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ ബോക്സിംഗ് ക്ലബ്ബും അവിടുത്തെ ലൈബ്രറിയും വായനശാലകളും, ഇതൊക്കെ ആ ഒരു സുഖം സിനിമ നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് സിനിമയുടെ പുരോഗതി നമ്മളെ ഞെട്ടിക്കുന്ന, അന്ന് ഏറ്റവും കൂടുതൽ ദേഷ്യം നൽകുന്ന, ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുന്ന കഥാപാത്രമാണ് ജോൺ ഹോണായി. ഒരുപക്ഷെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഒരു വില്ലൻ അതായിരുന്നു ജോൺ ഹോണായി. ഋഷബാബ നിറഞ്ഞാടിയ ചിത്രം. ഋഷബാബയല്ലാതെ മറ്റാരെങ്കിലുമായിരുന്നു ആ സിനിമയിൽ ജോൺ ഹോണായി എത്തുന്നതെങ്കിൽ ഒരുപക്ഷെ ആ സിനിമ അത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നു പോലുമില്ലായിരുന്നു. അത്രയധികം പ്രാധാന്യം ആ വില്ലൻ ജോൺ ഹോണായിക്ക് ആ സിനിമയിലുണ്ട്. ഒരുപക്ഷെ ആ സിനിമയുടെ അടുത്ത ഭാഗങ്ങളൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ ജോൺ ഹോണായിയുടെ പ്രാധാന്യം നമുക്ക് ആ സിനിമ മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ജോൺ ഹോണായി നിറഞ്ഞു നിൽക്കുമ്പോൾ അവസാനം ഒരു തീപിടുത്തത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ജോൺ ഹോണായി അവിടെ എരിഞ്ഞടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞു പോകുന്നുണ്ട്. ജോൺ ഹോണായി തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്ന് അറിയാതെ നമ്മളിൽ ആസ്വാദകൻ ചിന്തിച്ചു പോകുന്നുണ്ട്. അതായിരുന്നു ഇൻഹരികർണർ എന്ന സിനിമ. വീണ്ടും ഒരു മഴക്കാലം നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ, ക്ഷമിക്കണം, എൻ്റെ മുൻപിലേക്ക് എത്തുമ്പോൾ ഞാൻ അറിയാതെ വീണ്ടും ചിന്തിച്ചു പോകും ഇങ്ങനെയുള്ള ചെറിയ കൊച്ച് ഹാസ്യ സിനിമകളെക്കുറിച്ച്.